നിബിതങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ ഒരു സ്വഹാബിയുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സഹാബിയുണ്ടല്ലോ, ദരിദ്രനായ പാവപ്പെട്ടവനായ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം നിബിതങ്ങളുടെ മുമ്പിൽ വന്ന് സലാം പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, ഈ സ്വഹാബി നിബിതങ്ങളുടെ മുമ്പിലൂടെ മിണ്ടാതെ നടന്നു പോവുകയാണ്. സലാം പറയാതെ നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ, ഖാല ജിബ്രീൽ അലൈഹിസ്സലാം, അബൂദർ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന ലഹു സല്ലല്ലാഹു അലൈഹി അബൂദർ അങ്ങാണ് സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമാവുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമാവുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാ, കൈഫ തഅരിഫു യാ ജിബ്രീൽ, എന്റെ അബൂദറിനെ നിനക്കറിയുമോ ജിബ്രീൽ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സത്യം ചെയ്തുകൊണ്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, യാ റസൂലല്ലാഹ് ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഉ അശ്റു ഫിൽ അർളി. നബി തങ്ങളോട് പറയുകയാണ്, ദുനിയാവിലെ ജനങ്ങൾക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറഞ്ഞു തരും നബിയേ. അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് അബൂദറിനെ പരിചയമില്ലായിരിക്കാം, പക്ഷേ അല്ലാഹുവിന്റെ ഏഴാകാശത്തിലുള്ള ഏത് മലക്കുകളോട് ചോദിച്ചാൽ ഈ അബൂദറിനെ അറിയാൻ നബിയേ, ഈ അബൂദറിനെ പരിചയമുണ്ട് നബിയേ. ഈ അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാണ് അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, യാ ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ടവനായ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടാകാനുള്ള കാരണം എന്താ? എന്തുകൊണ്ടാ സ്നേഹിച്ചതെന്നറിയോ? എന്തുകൊണ്ടാ സ്നേഹിച്ചതെന്നറിയോ? അബൂദറിനുണ്ടായിരുന്ന സ്വഭാവം എന്തെന്നറിയോ? അബൂദർ റളിയല്ലാഹു തആല അൻഹു പരിത്യാഗിയായിരുന്ന സ്വഹാബിയാ. ദുനിയാവിനോട് വെറുപ്പായിരുന്നു, ആഡംബരത്തോടും സുഖത്തോടും ഈ ദുനിയാവിന്റെ ആഡംബരങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് ഈ ദുനിയാവിൽ അധികാരം വേണം, പടച്ചവനെ എനിക്ക് കൊട്ടാരം വേണം, എനിക്ക് പണം വേണം, എനിക്ക് സുഖിക്കണമെന്ന് പറഞ്ഞ് ജീവിച്ച ചെറുപ്പക്കാരനല്ല അബൂദർ. ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തിനെ സ്നേഹിച്ച ചെറുപ്പക്കാരനാ. ദുനിയാവിനെ വെറുത്തവനാണ് അബൂദർ, ആഖിറത്തിനെ സ്നേഹിച്ചവനാണ് അബൂദർ. അതുകൊണ്ടാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അബൂദറിനെ പരിചയമെന്ന് നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തെ സ്നേഹിച്ചപ്പോ അബൂദറിനെ അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിച്ചു എന്ന ചരിത്രം പറയുമ്പോ നമ്മളാണെങ്കിൽ നേരെ തിരിച്ചാണല്ലോ. നമുക്ക് ആഖിറത്തെ വേണ്ടല്ലോ, ആഖിറത്തെ കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ലല്ലോ. ഉസ്താദേ, മരണവും കബറും നരകവും പരലോകവും അല്ലാതെ വേറെ ഒന്നുമില്ല. പടച്ചവനെ, മരണത്തെ കുറിച്ചും കബറിനെ കുറിച്ചും പറയുന്നത് പോലും ഇഷ്ടമല്ല. നമുക്ക് ദുനിയാവ് മതിയല്ലോ. എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴിയെന്താ? ഈ ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നത് എങ്ങനാ? അധികാരം പിടിച്ചെടുക്കാൻ കഴിയുന്ന വഴികൾ എന്താണ്? പടച്ചവനെ, നമുക്ക് ദുനിയാവിനോട് വല്ലാത്ത സ്നേഹമാ.